കേരളത്തിന്റെ വ്യാവസായ വളർച്ചയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. രാജ്യത്തെ പ്രമുഖ കമ്പനികളിലൊന്നായ ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയ്ക്ക് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും ഒരു മാസത്തിനകം ടാറ്റ ഗ്രൂപ്പുമായി വിശദമായ ചർച്ച നടത്തി അന്തിമ തീരുമാനം എടുക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഈ വിവരം പങ്കുവച്ചത്. ടാറ്റ ഗ്രൂപ്പ് നൽകിയ നിക്ഷേപ നിർദ്ദേശം സർക്കാർ ഗൌരവമായി പരിശോധിക്കുകയാണെന്നും പദ്ധതിയുടെ എല്ലാ വശങ്ങളും വിലയിരുത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. ടാറ്റ ഗ്രൂപ്പുമായുള്ള ചർച്ചകൾ അടുത്ത ഒരു മാസത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ കപ്പൽ നിർമ്മാണ രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കാൻ കഴിയുന്ന പദ്ധതിയായാണ് ഇതിനെ കാണുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് സംസ്ഥാനത്തേക്ക് എത്തുക. അതിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും അനുബന്ധ വ്യവസായങ്ങൾക്ക് വളർച്ച ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സർക്കാർ ലഭ്യമാക്കാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വ്യാവസായിക വികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ, സ്വകാര്യ മേഖല എന്നിവയുടെ സഹകരണത്തോടെ വലിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ പ്രധാന വികസന പദ്ധതികളിലൊന്നായ മിഷൻ സമുദ്രയുടെ ഭാഗമായാണ് ഈ നിക്ഷേപ സാധ്യത ഉയർന്നു വന്നിരിക്കുന്നത്. കേരളത്തിന്റെ തീരദേശ വികസനം, തുറമുഖങ്ങളുടെ വളർച്ച, സമുദ്രവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. തുറമുഖങ്ങളെ കേന്ദ്രമാക്കി പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരാനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ വിഴിഞ്ഞം തുറമുഖത്തിനും വലിയ പ്രാധാന്യമുണ്ട്. രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. കപ്പൽ നിർമ്മാണം പോലുള്ള വലിയ പദ്ധതികൾ വിഴിഞ്ഞത്തെ കൂടുതൽ സജീവമാക്കുമെന്നും സംസ്ഥാനത്തിന്റെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. ടാറ്റ ഗ്രൂപ്പിനും ഈ പദ്ധതി പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. കപ്പൽ നിർമ്മാണ മേഖലയിലെ കമ്പനിയുടെ ആദ്യ വലിയ സംരംഭമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. നിക്ഷേപത്തിന്റെ രൂപരേഖ, നിർമ്മാണ സ്ഥലം, പ്രവർത്തന രീതി തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ സർക്കാർ പ്രാഥമിക നിർദ്ദേശം സ്വീകരിച്ച ഘട്ടത്തിലാണ്. പദ്ധതിയുടെ സാങ്കേതിക, സാമ്പത്തിക, നിയമപരമായ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമേ അന്തിമ അനുമതി നൽകൂ. ആയതിനാൽ ഇതുവരെ ഔദ്യോഗികമായി പദ്ധതി അംഗീകരിച്ചിട്ടില്ല. അടുത്ത ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തത ലഭിക്കുക. കേരളത്തിൽ വലിയ സ്വകാര്യ നിക്ഷേപങ്ങൾ എത്തിക്കാനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. വ്യാവസായിക വളർച്ചയിലൂടെ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനും യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ ഒരുക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. അതോടൊപ്പം തുറമുഖ വികസനവും ഗതാഗത സൗകര്യങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയ്ക്കും ഈ പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് പുതിയ ദിശ ലഭിക്കും. സംസ്ഥാനത്തിന്റെ സമുദ്രാധിഷ്ഠിത വികസനത്തിനും ഇത് വലിയ കരുത്താകും. സർക്കാരും ടാറ്റ ഗ്രൂപ്പും തമ്മിലുള്ള ചർച്ചകൾ വിജയകരമായി പൂർത്തിയാകുമോ എന്നതും ഈ 10,000 കോടി രൂപയുടെ നിക്ഷേപം യാഥാർത്ഥ്യമാകുമോ എന്നതുമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പുതിയൊരു അധ്യായം കുറിക്കാൻ ഈ പദ്ധതി വഴിയൊരുക്കുമോ എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.